നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രണവേ, എടാ ഒന്ന് നിന്നേ. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരു ശത്രുവായിട്ട് തന്നെ നീ എന്നെ കണ്ടോളൂ. പക്ഷെ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഞാൻ ആരെയും ശത്രുവായിട്ട് കണ്ടിട്ടില്ല. എന്നെ ശത്രുവായിട്ട് കണ്ട് എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത് നിങ്ങളുടെ ഭാര്യയും കൂടെ ചേർന്നിട്ടാ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാതെ ഞാനൊരു അബദ്ധം കാണിച്ചു. ശിവാനിയെ വിവാഹം കഴിച്ചു, സത്യമാണ്. പക്ഷെ അവളെ തനി സ്വരൂപം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അവളെ എന്നേക്കുമായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതല്ലേ. ആ അവളെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടല്ലേ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെക്കാൻ നോക്കിയത്. എടാ പ്രണവേ, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക് നീ. എടാ, ഞങ്ങളെ ശിവാനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്ന് നീ ഇപ്പൊ കുറ്റപ്പെടുത്തിയില്ലേ? ആ നീ തന്നെയല്ലേ ഇപ്പൊ ശിവാനി വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്? ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ നിങ്ങൾ ചെയ്തതോ? നിങ്ങൾ ജീവിതാവസാനം വരെ എന്റെ തല്ലിൽ വെച്ചിരാനേ നോക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ശത്രു എന്ന് പറഞ്ഞത്. ഒന്ന് പോടാ അവിടുന്ന്, വെറുതെ ഓരോന്ന് വിളിച്ചു പറയാതെ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കുട്ടിക്കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കണ്ടറിഞ്ഞ് ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തന്നവനല്ലേ ഞാൻ. നിന്റെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ജോലി, എല്ലാം നിനക്ക് വേണ്ടിയല്ല ഞാനത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ആ ഞാൻ നിന്റെ ലൈഫ് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രം എങ്ങനെയാണ് ശത്രുവായിട്ട് കാണുന്നത്? എനിക്ക് നിധിക്ക് അബദ്ധം പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവളെ വിശ്വസിച്ചു പോയി. ഒരു പെണ്ണ് മനസ്സ് മാറി നന്നായി എന്ന് പറഞ്ഞപ്പോ ഒരു ജീവിതം അവൾക്ക് കിട്ടിക്കോട്ടെന്ന് ഞാൻ കരുതി. അത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അവളെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതല്ലേ? എങ്കിൽ തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ കൂടെ നിന്റെ കിടക്കയിൽ കിടന്നുറങ്ങിയവളല്ലേ ശിവാനി? എന്നിട്ട് പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞപ്പോ മാസങ്ങളോളം നീ അത് വിശ്വസിച്ച് നടന്നില്ലേ? അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. പറ്റിപ്പോയി. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. എനിക്ക് നിന്നേക്കാൾ വലുതല്ല ഈ ഭൂമിയിൽ ഒന്നും. പിന്നെ നീ നിധിക്കെതിരെ പറയുന്ന ഒരു ആരോപണമുണ്ട്. ശിവാനി അവളുടെ അമ്മാവന്റെ മകളായതുകൊണ്ട് അവളുടെ ജീവിതം സേഫാക്കാൻ വേണ്ടിയാണ് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന്. അവിടെ നീ മനസ്സിലെത്തി ഒന്ന് ആലോചിക്കണം പ്രണവേ. നീ ശിവാനിയെ വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനും അമ്മയായിരുന്നില്ല, നിധിയായിരുന്നു. ശരിയല്ലേ? അമ്മാവന്റെ മകളെ സേഫാക്കാനായിരുന്നെങ്കിൽ നിധിക്കെന്ന ആ വിവാഹത്തെ എതിർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആലോചിച്ചു നോക്ക് നീ. ഇപ്പൊ എനിക്ക് ഒറ്റ കാര്യം നിന്നോട് പറയാനുള്ളൂ. എന്റെയും നിന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നമ്മുടെ അമ്മയുടെ സന്തോഷമായിരിക്കണം. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ട സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ പറ്റുന്നില്ല. ഇല്ല, അതാണ് സത്യം. മക്കൾ രണ്ട് ധ്രുവങ്ങളിൽ നിന്നാൽ ഏതമ്മയ്ക്കാടെ സന്തോഷിക്കാൻ പറ്റുക? തുറന്നു പറയാൻ നിന്നോട് ഞാൻ, അമ്മയുടെ ഹെൽത്ത് നല്ല വീക്കാണ്. അത് അപകടം ചെയ്യും. ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഇനിയും പിണങ്ങി നടക്കാതിരുന്നൂടെ? ഇതെന്റെ ഒരു അപേക്ഷ. എന്നോടുള്ള പിണക്കവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ അത് നീ അമ്മയുടെ മുമ്പിൽ വെച്ച് കാണിക്കരുത്, പ്ലീസ്. ചേട്ടാ, ഫോൺ മറന്നുപോയി. എടാ, നാളെ ഒരു ടെൻഡറുള്ള കാര്യം ഓർമ്മയുണ്ടോ നിനക്ക്? ആ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ടെൻഡർ അല്ലേ? ഞാൻ രാവിലെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് വിരോധമില്ലെങ്കിൽ രാവിലെ ഓഫീസിൽ നിന്നും ആ ടെൻഡർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ വരുന്ന പോകണം. എഞ്ചിനീയറിംഗ് കൂട്ടാം. കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഞാൻ വരാം. എങ്കിൽ പിന്നെ രാവിലെ നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്റെ കാറിൽ പോയാലോ? ദേ പിന്നെയും അവൻ വിട്ടുകളടാ. വാ എന്റെ കൂടെ. വരാം. താങ്ക്സ് മോനെ.